അന്താരാഷ്ട്ര വ്യാപാര ഇടനാഴികളിലെ സങ്കീർണമായ ഗതാഗത തടസ്സങ്ങളും ഭൂരാഷ്ട്രീയ പ്രതിസന്ധികളും മറികടക്കാൻ റഷ്യയിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നേരിട്ട് റെയിൽപാത നിർമ്മിക്കുന്നതിന്റെ സാധ്യതകൾ ആലോചിച്ച് റഷ്യൻ ഭരണകൂടം ബോസ്ഫറസ് അതുപോലെ തന്നെ ഹോർമോസ് കടലിടുക്കുകൾ വഴിയുള്ള സമുദ്ര ഗതാഗതത്തിൽ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ ഭീഷണികളുടെ പശ്ചാത്തലത്തിലാണ് ബദൽ കരമാർഗങ്ങൾ തുറക്കാൻ റഷ്യ നീക്കം ശക്തമാക്കിയത്. റഷ്യൻ ഉപപ്രധാനമന്ത്രി മാറാദ് ഗുസ്നുലിൽ പ്രമുഖ വാർത്താ ഏജൻസിയായ തസ്നിന് നൽകിയ അഭിമുഖത്തിലാണ് ആഗോള ശ്രദ്ധ ആകർഷിച്ച ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. തുർക്കമെനിസ്ഥാൻ അതുപോലെ തന്നെ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലൂടെ കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ റെയിൽ ഇടനാഴികളാണ് റഷ്യൻ സർക്കാരിന്റെ പ്രാഥമിക പരിഗണനയിൽ ഉള്ളത്. സമുദ്ര സുരക്ഷാ ഭീഷണികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് നേരിട്ട് മികച്ച ഗതാഗത ബന്ധം സാധ്യമാകുന്ന ഏത് കരപാതയും തങ്ങൾക്ക് സ്വീകാര്യമാണെന്ന് മാറാദ് ഗുസ്നുലിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഈ ബൃഹത്തായ പദ്ധതി യാഥാർത്ഥ്യമായാൽ റഷ്യയ്ക്കും ഇന്ത്യയ്ക്കും ഇടയിൽ നേരിട്ടുള്ള ചരക്ക് റെയിൽ ഗതാഗതം സാധ്യമാകും. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ട സൈനിക ഏറ്റുമുട്ടലുകളെ തുടർന്ന് തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗതത്തിന് നേരിട്ട വലിയ തടസ്സങ്ങളാണ് ഈ നിർദ്ദേശത്തിന് വേഗം കൂട്ടിയത്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ഇറാന് നേരെ നടന്ന സൈനിക ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വൻ തോതിലുള്ള മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുകയും മേഖലയിലെ US, ഇസ്രായേൽ താവളങ്ങളെ ലക്ഷ്യമിടുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായി ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള സമുദ്ര ഉപരോധം ഇറാൻ പ്രഖ്യാപിച്ചതാണ് ആഗോള വ്യാപാര മേഖലയെ നിശ്ചലമാക്കുന്ന സ്ഥിതിയിൽ എത്തിച്ചത്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 25%, ദ്രവീകൃത പ്രകൃതിവാതക നീക്കത്തിന്റെ 20% നടക്കുന്ന ലോകത്തിലെ ഏറ്റവും സുപ്രധാനമായ കപ്പൽ പാതകളിലൊന്നാണ് ഹോർമൂസ് കടലിടുക്ക്. കപ്പൽ മാർഗമുള്ള തടസ്സങ്ങൾ ആഗോള സാമ്പത്തിക രംഗത്തെയും എണ്ണ വിപണിയെയും ദോഷകരമായി ബാധിക്കാതിരിക്കാനാണ് റഷ്യ ഇത്തരം കരമാർഗങ്ങൾ വേഗത്തിലാക്കാൻ മുന്നിട്ടിറങ്ങുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുമായും മധ്യദക്ഷിണ ഏഷ്യൻ മേഖലകളുമായുള്ള കരമാർഗവുമുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഈ ഇടനാഴി വലിയ രീതിയിൽ വഴിയൊരുക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് നീക്കത്തിന്റെ സമയവും ചിലവും വലിയ തോതിൽ കുറയ്ക്കാൻ ഇത് സഹായിക്കും. മാത്രമല്ല, പദ്ധതി യാഥാർത്ഥ്യമായാൽ ഭാവിയിൽ ചരക്ക് ഗതാഗതത്തിന് പുറമെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കരമാർഗമുള്ള ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കാനും പുതിയ വാണിജ്യ വാതിലുകൾ തുറക്കപ്പെടാനും ഇത് കാരണമാകും. ഇന്ത്യയുമായി നേരിട്ടുള്ള ഒരു വലിയ കരബന്ധത്തിന് റഷ്യ തന്നെ നേരിട്ട് മുൻകൈ എടുക്കുന്നു എന്നതാണ് ഈ നിർദ്ദേശത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ തന്ത്രപ്രധാന പ്രാധാന്യമായി ആഗോളതലത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതേസമയം അന്താരാഷ്ട്ര വ്യാപാര ഇടനാഴികൾക്ക് പുറമെ റഷ്യയുടെ ആഭ്യന്തര നിർമ്മാണ മേഖലയ്ക്ക് ദീർഘകാല സാമ്പത്തിക സഹായവും നിക്ഷേപങ്ങളും ആവശ്യമാണെന്നും ഗുസ്നുലിൽ കൂട്ടിച്ചേർത്തു. വൻകിട അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഏറ്റെടുക്കാൻ റഷ്യൻ നിർമ്മാണ മേഖല സജ്ജമാണെന്നും പ്രതിവർഷം അധികമായി 1 ലക്ഷം കോടി റൂബിൾ കൂടി വിനിയോഗിക്കാൻ തങ്ങളുടെ നിർമ്മാണ മേഖല പ്രാപ്തമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 4 രാജ്യങ്ങളിലൂടെ കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ റെയിൽ ഇടനാഴിയാണ് റഷ്യൻ സർക്കാരിന്റെ പരിഗണനയിലുള്ളത്. സമുദ്ര സുരക്ഷാ ഭീഷണികൾ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് നേരിട്ട് മികച്ച ഗതാഗത ബന്ധം സാധ്യമാക്കുന്ന ഏത് കരപാതയും തങ്ങൾക്ക് സ്വീകാര്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ റഷ്യയ്ക്കും ഇന്ത്യയ്ക്കും ഇടയിൽ നേരിട്ടുള്ള ചരക്ക് റെയിൽ ഗതാഗതം സാധ്യമാവുകയും ചെയ്യും.